ഡാനി, എനിക്കൊരു റീത്ത് വേണം. മനോഹരമായ പൂക്കൾ കൊണ്ട് അലങ്കരിച്ച ഒരു റീത്ത്. ചത്ത് വെള്ള പുതപ്പിച്ച് കിടത്തുമ്പോ സ്വാതിയുടെ നെഞ്ചിൽ വെക്കാൻ സുന്ദരമായ ഒരു റീത്ത്. എവിടെ വെച്ചാ? അയ്യോ, ഏത് ആശുപത്രിയിലാ? ഞാനിപ്പോ വരാം. വല്ലിച്ച, എന്താ എന്താ ഇങ്ങനെ വല്ലിച്ച, നീലിന്റെ വണ്ടി ആക്സിഡന്റ് ആയെന്ന്. വല്ലിച്ച, എന്നിട്ട് അവർക്ക് എന്തെങ്കിലും പറ്റിയോ? വല്ലിച്ച, വല്ലിച്ച, എന്താടാ? ദാ വരണു. എന്താടാ വല്ലിച്ച, വീണ്ടും വല്ല പ്രശ്നം ഉണ്ടായോ? നീലേട്ടന്റെ കാർ ഇടിച്ചു. എന്നിട്ട് അവരെവിടെ? അവർ രണ്ടുപേരും ഹോസ്പിറ്റലില്ല. അബോധാവസ്ഥയിലെ രണ്ടുപേരെയും കൊണ്ടുപോയിരിക്കുന്നത്. ഈശ്വര കാക്കണേ. വണ്ടി എടുക്കുമ്പോ ഏട്ടത്തിയുടെ മുഖം മുഴുവൻ ബ്ലഡ് ആയിരുന്നു പറഞ്ഞത്. വല്ലിച്ചൻ വേഗം റെഡിയാവും, നമുക്ക് അങ്ങോട്ട് പോവാം. ഹലോ, എന്താടി നീ വീട്ടിലെത്തിയോ? ആ, വീട്ടിലേക്ക് എത്തി. ഇപ്പൊ ഞാൻ വിളിച്ചതേ ഒരു അത്യാവശ്യ കാര്യം പറയാനാ. എന്താ? ആ ആനക്കുട്ടിക്ക് പിന്നെയും പണി കിട്ടി. ആക്സിഡന്റ്. ആക്സിഡന്റോ? ദേ ചോരയെ കുളിച്ചേ ഏതോ ആശുപത്രി കിടപ്പുണ്ടെന്ന്. എടി, ഉള്ളതാണോ? എന്റെ ഗൗരിയേച്ചി, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഫലം ഉണ്ടായി. ആ ദേ വല്യച്ഛനും കിരീടനും കൂടെ ഇപ്പൊ ആശുപത്രിയിലേക്ക് പോവും. നമുക്കൊന്ന് പോണ്ടേ അവരെ കാണാൻ? പിന്നെ പോണം. ആദ്യം നീ ഇത് പറ, എങ്ങനെ ആക്സിഡന്റ് പറ്റിയത്? അതെനിക്കറിയില്ല. ഏതായാലും സംഗതി ചെറുതല്ല. ആ പിന്നെ എന്നാ വെച്ചോ, ഇനി എന്തെങ്കിലും വിവരം കിട്ടിയാൽ ഞാൻ വിളിക്കാം. ശരിയടി. എങ്ങനെയുണ്ട് മധുരമൊക്കെ? മധുരം പരുവം. പക്ഷേ ഇത് ഇത്തിരി കടന്ന കൈയായി പോയില്ലേ മോളെ? അപകടം ആർക്കും എപ്പ വേണേലും സംഭവിക്കാം. അതിനിങ്ങനെ പായസം ഉണ്ടാക്കി ആഘോഷിക്കുന്നത് ദൈവത്തിന് നിരക്കാത്ത പണിയാ. അതെ, ദൈവത്തിന് നിരക്കുന്ന പണിയാണെന്ന് പുള്ളിക്കാരെ നോക്കിക്കോളും. ബാനു, ഞാനൊന്ന് ഹോസ്പിറ്റൽ വരെ പോവാ. നീ വരുന്നില്ലല്ലോ? അയ്യോ, ഞാനിപ്പോ അങ്ങോട്ട് വന്നിട്ടേ ഒരു കാര്യമില്ല സതുവേട്ടാ. എന്റെ കാലിന് നല്ല വേദന. നിങ്ങൾ പോയെന്ന് അന്വേഷിച്ചിട്ട് വേഗം വാ. ഇതെന്താ പായസോ? ആരുടെ പിറന്നാളാ? അങ്ങനെ ആരുടെ പിറന്നാളൊന്നും അല്ല. ഇന്നിച്ചിരി പായസം വെക്കണം തോന്നി വെച്ചു, കുടിച്ചു, അത്രേ ഉള്ളൂ. അവിടെ ആശുപത്രിയിൽ 2 ചോരയെ കുളിച്ച് കിടപ്പുണ്ട്. നിന്റെ ആങ്ങളെയും ഏട്ടത്തി. ഈ ദിവസം തന്നെ വേണമായിരുന്നോ നിനക്ക് പായസം വെച്ച് കുടിച്ച് ആഘോഷിക്കാൻ? അയ്യോ അച്ഛാ, അതെങ്ങനെ? ഈ പായസം അടുപ്പേ വെച്ചപ്പോഴല്ലേ ഞാൻ വിവരം അറിഞ്ഞത്. പിന്നെ എടുത്ത് കളയാൻ പറ്റുമോ? ഈ പാലിനും അടയ്ക്കും പഞ്ചസാരക്കൊക്കെ ഇപ്പൊ എന്താ വില? ഈ നല്ല നെയ്യാണ് കിട്ടാനുമില്ല അല്ലേ? അതെ അതെ. വനുമതി, ഇതിനുള്ള മറുപടി ഇവക്ക് നീ കൊടുക്കണോ അതോ ഞാനായിട്ട് പറയണോ? നിങ്ങൾ എന്തോന്ന് പറയുന്നേ? അവള് കൊച്ചു കുഞ്ഞല്ലേ, വല്ല പകതിരുണ്ടോ? നിങ്ങൾ എന്തായാലും ഹോസ്പിറ്റൽ വരെ പോയി ഒന്ന് വിവരങ്ങൾ അറിഞ്ഞിട്ട് വാ. ഗൗരി, പഴുത്ത ഇല വീഴുമ്പോ പച്ചില ചിരിക്കും. പക്ഷെ തൊട്ടടുത്ത ദിവസം താനും പഴുത്ത് അടർന്നു വീഴുമെന്ന് പാവം പച്ചിലേക്ക് അറിയില്ല. ആ ഗതി നിനക്ക് വരാതിരിക്കട്ടെ. മരുമകൾക്ക് കൂട്ടുകെന്ന് ആഘോഷിക്കുന്നതിനിടയിൽ നീയും അത് ഓർക്കും നല്ലതാ. സ്വാതി, സ്വാതി, സ്വാതി കണ്ണ് തുറക്ക്. സ്വാതി, സ്വാതി മോളെ, ഡോക്ടർ എന്റെ സ്വാതിയെ രക്ഷിക്കണം. ഡോക്ടർ, ഡോക്ടർ എനിക്ക് എന്റെ പഴയ സ്വാതിയെ തിരിച്ചു തരണം പ്ലീസ്. ഡോക്ടർ, നീൽ ഇമോഷണൽ ആവരുത് പ്ലീസ്. സ്വാതിക്ക് ഒന്നും സംഭവിക്കില്ല. സമാധാനമായിട്ടിരിക്കെ. ഈ സമയത്ത് ഇങ്ങനെ തളർന്നു പോവരുത്. കൊണ്ടുപോയിക്കോളൂ. ഡോക്ടർ, എന്റെ സ്വാതി അവളെ എനിക്ക് തിരിച്ചു തരണം. കരയാതരാ, ഡോക്ടർ പറഞ്ഞു കേട്ടില്ലേ? എടുത്തേക്ക് ഒന്നുമില്ല, തിരിച്ചു വരും. തിരിച്ചു വരൂടാ. സ്വാതി, സ്വാതി, പ്ലീസ്. സ്വാതി,
ഡോക്ടർ എന്താ എന്താ എന്റെ സ്വാതിക്ക്? നീൽ, സ്വാതിക്ക് ഇന്റേണൽ ഹെഡ് ഇഞ്ചുറി ഒന്നുമില്ല. ജീവൻ അപകടം വരാവുന്ന ഒന്നും അവർക്ക് സംഭവിച്ചിട്ടുമില്ല. കുറച്ചു സമയത്തിനകം അവർ ബോധത്തിലേക്ക് തിരിച്ചു വരും. പക്ഷേ അപകടത്തിൽ വണ്ടിയുടെ സ്റ്റിയറിംഗ് വളരെ ശക്തമായി സ്വാതിയുടെ വയറ്റിൽ വന്ന് ഇടിച്ചിട്ടുണ്ട്. ആ ഷോക്കിൽ സ്വാതിയുടെ യൂട്രസിന് ചെറിയ പ്രോബ്ലംസ് പറ്റിയിട്ടുണ്ടെന്ന സ്കാനിംഗ് റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലായത്. ചെറിയ രീതിയിൽ യൂട്രസിനുള്ളിൽ ബ്ലഡ് ക്ലോട്ട് ആകാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് സ്വാതിക്ക് അടിയന്തരമായി ഒരു സർജറി നടത്തിയേ പറ്റൂ. എന്നോട് ഇങ്ങനൊന്നും പറയരുത് പ്ലീസ്. നീൽ, നിങ്ങളോട് മാത്രമേ എനിക്കിത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയൂ. ബിക്കോസ് ഷീസ് യുവർ വൈഫ്. സർജറിക്കുള്ള സമ്മതപത്രം നീൽ ഒപ്പിട്ട് തരണം ഇപ്പൊ തന്നെ. സിസ്റ്റർ, അതിങ്ങ് തരൂ. നീൽ, പ്ലീസ് പ്ലീസ് നീൽ. ഡോക്ടർ, എന്റെ സ്വാതിക്ക് ഇനിയൊരു അമ്മയാവാൻ കഴിയില്ലേ? ഭാവിയിൽ പ്രഗ്നൻസി ഉണ്ടാവാൻ ഈ സർജറി ഒരു തടസ്സമാവോ? നീൽ, സ്വാതിക്ക് ഇനിയൊരു പ്രഗ്നൻസി ഉണ്ടാവുമെന്ന് എനിക്കിപ്പോ ഉറപ്പിച്ചു പറയാൻ കഴിയില്ല. പ്രഗ്നന്റ് ആവില്ല എന്ന് തീരുമാനിക്കാനും ഞാൻ ആളല്ല. ഐ എം ഓൺലി എ ഡോക്ടർ. ഇങ്ങനെ സർജറി ചെയ്തിട്ടും പ്രഗ്നന്റ് ആയവരും ആകാത്തവരും ഉണ്ട്. അപ്പോ സ്വാതിയുടെ ജീവിതത്തിലേക്കുള്ള വേദിയുടെ രണ്ടാം വരവ് വെറുതെ ആയില്ല അല്ലേ ഡാനി? രണ്ടുപേർക്കും ഗുരുതരമായ പരിക്കുണ്ടെന്നാ കേട്ടത്. സ്വാതിയുടെ കാര്യത്തിൽ ഡോക്ടർമാർ ഇതുവരെ ഒരു ഉറപ്പും പറഞ്ഞിട്ടില്ല. മാഡം ആശുപത്രിയിൽ പോയി സ്വാതിയെ കാണുന്നില്ലേ? എങ്കിലല്ലേ മാഡത്തിന് കൂടുതൽ സന്തോഷമാവും. ആശുപത്രിയിൽ പോണം, പക്ഷെ ബോധമില്ലാതെ കിടക്കുന്ന അവളെ കാണാനല്ല, നല്ല സുബോധമുള്ള മറ്റു ചിലരെ എനിക്ക് കാണണം. അതാരെ? എന്റെ പഴയ കാമുകനെയും ഭർത്താവിനെയും. രണ്ടുപേരും ഇപ്പോഴും അവിടെ തന്നെ ഉണ്ടാവുമല്ലോ അല്ലേ? ഉണ്ട് മാഡം. വിവരം അറിഞ്ഞ് അച്ഛനും അനിയനും ആശുപത്രിയിൽ എത്തിയിട്ടുണ്ട്. ഞാൻ അവിടെ പോയിരുന്നു. ആ പരിസരം ഒക്കെ നിരീക്ഷിച്ചിട്ടാണ് ഞാൻ വന്നത്. എന്തായാലും ഇപ്പോഴും പോലീസിൽ വിവരം എത്തിയിട്ടില്ല. അത് നന്നായി. തൽക്കാലം ഇതൊരു അപകടമായിട്ട് തന്നെ അവര് കരുതിക്കോട്ടെ. അതല്ല മാഡം, അതിനു മുമ്പ് അവളുടെ സാരിയിൽ തീ പിടിച്ചത് എങ്ങനെയെന്ന് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. അമ്പലത്തിൽ വെച്ച് കാറിന്റെ ബ്രേക്ക് അഴിക്കാനായിരുന്നു എന്റെ പ്ലാൻ. പക്ഷേ അപ്പോഴാ തീപിടുത്തം ബഹളമായത്. വെറുതെ സാരിക്ക് അങ്ങനെ തീ പിടിക്കോ? അതിനു പിന്നില് എന്തോ ഒരു സംഗതിയുണ്ട്. അത് നമുക്ക് കണ്ടെത്തണം. നമ്മൾ എന്തിനാ മാഡം അതിന്റെ പിന്നാലെ പോകുന്നത്? നമ്മൾ പ്ലാൻ ചെയ്ത കാര്യം അമ്പലത്തിൽ വെച്ച് നടക്കാത്തത് കൊണ്ട് കിട്ടിയടത്ത് വെച്ച് നടപ്പാക്കി. അത് സക്സസ് ആയി. നമുക്കതുപോരെ? അത് പോരാ ഡാനി. സ്വാതിയുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളും എനിക്കറിഞ്ഞേ പറ്റൂ. അവളെ സഹായിക്കാൻ എവിടെ നിന്നൊക്കെ ആളുകൾ വരുമെന്ന് എനിക്കറിയണം. ഇനി ആര് വന്നാലും അവര് കിടക്കാൻ എഴുന്നേക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിരിക്കട്ടെ, പെട്ടെന്ന് നീ എന്താ ഈ വഴിക്ക് പ്രത്യക്ഷപ്പെട്ടത്? ഒരു ചെറിയ കാര്യമുണ്ടെന്ന് കൂട്ടിക്കോ. അതെന്താ? ഇവിടെ അപകടത്തിൽപ്പെട്ട് രണ്ടുപേരെ കൊണ്ടുവന്നിട്ടില്ലേ, ആ സിനിമാ നടനും ഭാര്യയും? ഓ, അത് മോളുടെ ആരാ? മോൾക്ക് അവരുമായിട്ട് എന്താ ബന്ധം? ചെറിയൊരു ബന്ധമുണ്ട്. എന്ത് ബന്ധം? എന്നെ ജയിലിലാക്കിയത് അവളാ, സ്വാതി. ഓ, അത് ശരി. ഇതൊന്നും എനിക്ക് അറിയില്ലായിരുന്നു മോളെ. ഇതാ പറയുന്നത്, ബന്ധുക്കൾ തമ്മില് വല്ലപ്പോഴൊരു കൂടിക്കാഴ്ച വേണോന്ന്. ഇല്ലെങ്കിൽ പിന്നെ ഇതുപോലെ ഇരിക്കും. ആട്ടെ, ഇപ്പൊ അവരുടെ അവസ്ഥ എങ്ങനെയുണ്ട്? സ്വാതി രക്ഷപ്പെടുമോ ആന്റി? ഇവിടെ കൊണ്ടുവരുമ്പോ കണ്ടീഷൻ വളരെ മോശമായിരുന്നു. പക്ഷെ ഇപ്പൊ പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. അപ്പോ അവള് മരിക്കില്ലേ? അപകടനില തരണം ചെയ്തിട്ടുണ്ട്.
ഡോക്ടർ ഇപ്പോ എനിക്ക് ദൈവത്തെ പോലെ. ഞങ്ങളെ കൈവിടരുത് ഡോക്ടർ. നീൽ, ഒരു ഡോക്ടർ ദൈവത്തിന്റെ ഇടനിലക്കാരനാണ് എന്നാണ് എന്റെ വിശ്വാസം. എന്റെ മാക്സിമം ഞാൻ ചെയ്യും. പിന്നെ എല്ലാം ഈശ്വരന്റെ കയ്യിലാണ്. പ്രാർത്ഥിക്കുക, എല്ലാം ശരിയാകും. ഡോക്ടർ, പുറത്ത് നിൽക്കുന്ന എന്റെ അച്ഛനും അനിയനും ആർക്കും ഈ സത്യം അറിയില്ല. അതാരും അറിയരുത്, പ്ലീസ് ഡോക്ടർ. നീലിന്റെ വിഷമം എനിക്ക് മനസ്സിലാവും. ഞാനായിട്ടത് ആരോടും പറയില്ല, പോരെ? ഡോക്ടർ, ഒരു കുഞ്ഞു വേണമെന്നുള്ള സ്വാതിയുടെ മോഹം എനിക്കറിയാം. ഒരമ്മയാവാൻ ഒരുപാട് കൊതിയോടെ കാത്തിരിക്കുന്നവളാ എന്റെ സ്വാതി. അവളുടെ ആഗ്രഹം നടക്കണം ഡോക്ടർ. ഡോക്ടർ വിചാരിച്ച അത് നടക്കും. അമ്മയാവാനുള്ള അവളുടെ ആഗ്രഹത്തിന് ഒരു കുഴപ്പവും സംഭവിക്കരുത്. ഡോക്ടർക്ക് മാത്രമേ ഞങ്ങളെ രക്ഷിക്കാനാവൂ. ഞാൻ ഡോക്ടർക്ക് മുന്നിൽ യാചിക്കുക, പ്ലീസ്. നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ഞങ്ങളുടെ അവസ്ഥ കണ്ട് പരിഹസിക്കാനാണോ? എന്താ നീൽ ഇങ്ങനെ പറയുന്നേ? നീലിന് അപകടം പറ്റിയെന്നറിഞ്ഞ് ഓടി വന്നതാ ഞാൻ. അതെന്തിനാണെന്നാ ഞാൻ ചോദിച്ചത്. എന്നോട് എന്റെ കുടുംബത്തോടും പ്രതികാരം ചെയ്യാൻ നടക്കുന്ന നീ ഇപ്പൊ ഇവിടേക്ക് വന്നത് എന്തായാലും നല്ല ഉദ്ദേശത്തോടെ ആയിരിക്കില്ല. എനിക്ക് സ്വാതിയോട് ദേഷ്യമുണ്ട്, വിരോധമുണ്ട്. പക്ഷേ നീലിനെ വെറുക്കാൻ ഈ ജന്മം എനിക്ക് കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? വേണ്ട, പഴയതൊന്നും നീ എന്നെ വീണ്ടും ഓർമ്മിപ്പിക്കാൻ ശ്രമിക്കണ്ട. ഞാൻ അതൊക്കെ എന്നെ മറന്നതാ. പക്ഷേ ഒന്നും മറക്കാൻ എനിക്കിപ്പോഴും കഴിയുന്നില്ല. എന്റെ ജീവിതത്തിൽ ഞാൻ ആദ്യം സ്നേഹിച്ച പുരുഷനാ. ആണുങ്ങൾക്കെല്ലാം പെട്ടെന്ന് മറക്കാൻ കഴിയും. സ്നേഹം എന്താണെന്ന് ആദ്യമായി പഠിപ്പിച്ചു തന്ന പുരുഷനെ ഏത് സ്ത്രീ മറക്കും? എനിക്ക് കഴിയില്ല. മതി, എനിക്കൊന്നും കേൾക്കണ്ട. മധുരം പുരട്ടി ഈ വാക്കുകൾക്കുള്ളിൽ വിഷമാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ആദ്യം നീ എന്റെ അമ്മയെ കൊന്നു, ഞങ്ങളുടെ വീട്ടിലെ വെളിച്ചം ഇല്ലാതാക്കി. ഒടുവിൽ കേക്കിനുള്ളിൽ ബോംബ് വെച്ച് ഞങ്ങളെ എല്ലാവരെയും ഒറ്റയടിക്ക് നീ കൊല്ലാൻ ശ്രമിച്ചു. ഇനിയും നീ പറയുന്ന കള്ളക്കഥകളൊക്കെ ഞാൻ വിശ്വസിക്കണോ? മര്യാദക്ക് ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്നതാ നല്ലത്. എനിക്ക് സ്വാതി ഒന്ന് കാണണം. വേണ്ട, നീ എന്തിനാ സ്വാതിയെ കാണുന്നത്? അധികം താമസിയാതെ നിന്റെ വീട്ടിലെ ഏതെങ്കിലും ഒന്നിന്റെ ജീവൻ എടുത്തുകൊണ്ടായിരിക്കും ഞാൻ എന്റെ ആദ്യത്തെ ജയം ആഘോഷിക്കുന്നത്. അതിലാദ്യത്തേത് നീ ആകാതിരിക്കാൻ പ്രാർത്ഥിച്ചു. ഹലോ ഹലോ, കട്ടായല്ലോ. അവളുടെ ഒരു ഭീഷണി. ഇത് കേട്ട ഞാനങ്ങ് പേടിക്കുന്ന അവളുടെ വിചാരം. ആരാ മോളെ ഫോണില്? ആരോടാ മോളെ ഉച്ചത്തിൽ സംസാരിച്ചത്? അവള് തന്നെ. ആര്? വേദ. അവളുടെ അടുത്ത കൊട്ടേഷൻ എനിക്കാണ് പോലും. അയ്യോ, ഈ ആക്സിഡന്റ് അവൾ ഉണ്ടാക്കിയതാണെന്ന്. അവളെ നീ സൂക്ഷിക്കണം മോളെ. പ്രത്യേകിച്ച് എന്റെ മോനെയും കൊണ്ട് എവിടേക്കെങ്കിലും പോകുമ്പോ നിനക്ക് അപകടം പറ്റുന്ന കൂട്ടത്തിൽ അവൻ എന്തെങ്കിലും പറ്റിയാലോ? ഓ, അത് ശരി. അപ്പൊ എനിക്ക് എന്തെങ്കിലും ആയാലും ഒരു കുഴപ്പമില്ല അല്ലേ? അങ്ങനല്ല.
ഏട്ടാ, എന്താ ഏട്ടാ, എന്തു പറ്റി? കണ്ണെന്താ നിറഞ്ഞിരിക്കുന്നത്? ഏയ് ഒന്നുമില്ല, കണ്ണിലെന്തോ പൊടി പോയി. താൻ വാ, ഇങ്ങനെ പുറത്തിറങ്ങി നടക്കരുത്. റെസ്റ്റ് എടുക്കണം. അകത്തോട്ട് പോവാം. വാ. ഏട്ടാ നിന്ന്. എന്താ? എന്തിനാ ഏട്ടൻ കരഞ്ഞേ? ഏയ് ആര് കരഞ്ഞു? ഞാനോ? ചുമ്മാ തനിക്ക് വെറുതെ തോന്നുന്നതാ. അതെ, വലിയ അഭിനയമൊക്കെ ക്യാമറയുടെ മുന്നിൽ മതി. ഈ മുഖത്തൊരു ചെറിയ മാറ്റം ഉണ്ടായാ അതെനിക്ക് മനസ്സിലാവും. ഏയ് താൻ വെറുതെ ഓരോന്ന് ആലോചിച്ച് കൂട്ടല്ലേ. എനിക്കിപ്പോ തന്റെ കാര്യത്തിൽ ആദ്യം മുഴുവൻ. അതെന്തിനാ എന്റെ കാര്യത്തിൽ ഇത്രയും വലിയ ആദി? അല്ല, എനിക്കെന്തെങ്കിലും കാര്യമായ കുഴപ്പമുണ്ടോ? ഏയ് എന്ത് കുഴപ്പം? ഒരു കുഴപ്പമില്ല. താൻ വെറുതെ ഓരോന്ന് ആലോചിച്ച് കൂട്ടി ഇനി വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടാക്കാതിരുന്നാ മതി. വാ, അതേ കയറ. മാടോ, എടോ, നടക്കടോ. സൂക്ഷിച്ചു. ചുട്ടരച്ച ചമ്മന്തി, കഞ്ഞിയും റെഡി. ഇനി ഇത് ഏട്ടത്തിക്ക് കൊണ്ട് കൊടുക്കാൻ ആരാ പോകുന്നത്? ഗൗരിയോ അതോ നീയോ? ഞങ്ങള് രണ്ടുപേരും കൂടെ അവൾക്ക് കഞ്ഞി കൊണ്ടു കൊടുക്കാൻ പോന്നെ അല്ലേ നന്ദിനി? അവളെ ശുശ്രൂഷിക്കാഞ്ഞിട്ട് ഞങ്ങളങ്ങ് വിഷമിച്ച് നിൽക്കുവല്ലേ. അമ്മ പറഞ്ഞ ഐഡിയ ആയതുകൊണ്ടാ ഞാൻ ഇതിന് സമ്മതിച്ചത്. അമ്മയുടെ ഐഡിയക്ക് എന്താ കുഴപ്പം? അതുകൊണ്ടിപ്പോ ആനക്കുട്ടിക്ക് നമ്മളോടുണ്ടായിരുന്ന ദേഷ്യം കുറഞ്ഞില്ലേ? നമ്മളിപ്പോ കുറച്ച് വിശ്വാസമായി. അത് ശരിയാ. അവൾക്ക് നിങ്ങളെ ശരിക്കും വിശ്വാസാവണം. എന്നാലേ എളുപ്പത്തിൽ അവളെ നിങ്ങൾക്ക് വീഴ്ത്താൻ പറ്റൂ. ഗൗരി ചേച്ചി ഇവിടുന്ന് ഇറക്കി വിടാൻ നോക്കി. ആനക്കുട്ടി ഇപ്പൊ കിടപ്പിലുമായി. എന്നിട്ടിപ്പോ പൊടിയേരി കഞ്ഞി ഉണ്ടാക്കാനും അത് കോരി കൊടുക്കാനും നമ്മൾ തന്നെ വേണ്ടി വന്നില്ലേ? അയ്യോ, അതൊന്നും വേണ്ടി വരില്ല. വാരി കൊടുക്കാനും പരിചരിക്കാനും ഒക്കെ ചേട്ടനും അനിയനും കൂടെ ഇടവും വലവും നിൽക്കുമല്ലേ. പിന്നെ നമ്മുടെ ആവശ്യം എന്തിനാ? എടി മക്കളെ, ജയിക്കാനുള്ള അവസരങ്ങൾ എപ്പോഴും ജീവിതത്തിൽ കിട്ടിയെന്ന് വരില്ല. അത് വരുമ്പോ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കണം. എങ്കിലേ ശത്രുക്കളെ തോപ്പിക്കാൻ പറ്റൂ. വീണ് കിടന്നപ്പോഴും അവളുടെ മനസ്സിലിരിപ്പം നിങ്ങൾ കേട്ടതല്ലേ? അമ്മായി പോകുമ്പോ ഗൗരിയെ കൂടെ കൊണ്ടുപോകണമെന്ന്. അവൾ ആരാടി എന്നോട് ഉത്തരവിടാൻ? വീണ് പോയാലും വീര്യം കൂടുന്ന ജാതി അവര്. ഇപ്പൊ നമ്മൾ ഈ പ്ലാൻ ചെയ്തൊക്കെ അവര് നേരത്തെ മനസ്സിൽ കണ്ടു കാണും. അതായിരിക്കും അവരങ്ങനെ ചോദിച്ചത്. അവരാരാ മോള്? എന്റെ കുഞ്ഞുങ്ങളെ, സ്വാതിയോട് യുദ്ധം ചെയ്ത് ജയിക്കാനേ സാധാരണ ബുദ്ധി മാത്രം പോരാ. അതിനൊരു നയവും തന്ത്രവും ഒക്കെ വേണം. ആ തന്ത്രം സ്നേഹത്തിൽ പൊതിഞ്ഞ് വേണം കാര്യം നടപ്പാക്കാൻ. മനസ്സിലായോടെ രണ്ടുപേർക്കും? സ്നേഹിക്കാൻ അങ്ങോട്ട് ചെന്നേച്ചാ മതി. അവര് സ്നേഹം പുഴുങ്ങി ഉരുട്ടി ഇലയിൽ വെച്ച് തരും. അയ്യടാ, നിങ്ങളും അവളോട് നല്ലൊന്നും ചെയ്തിട്ടില്ലല്ലോ, ഉണ്ടോ? കിട്ടിയ അവസരങ്ങളെല്ലാം നിങ്ങൾ നന്നായിട്ട് അവക്ക് പാരവെച്ചു. പിന്നെ അതിന്റെ അവസാനം എന്തായിരുന്നെന്ന് ഞാൻ തന്നെ വിളിച്ച് പറയണോ? വേണോ? എന്റെ പൊന്നമ്മ, വെറുതെ എങ്കിലും ആ നാവിന്നൊന്നും വീണ് പോയേക്കല്ലേ. ഞങ്ങളെ പച്ചയ്ക്ക് നിർത്തി കത്തിക്കാൻ അത് മാത്രം മതി. എടി കുഞ്ഞുങ്ങളെ, എടി അവസരം മുതലാക്കി അവളെ സ്നേഹിക്കണം. എന്നിട്ട് അവൾക്ക് നിങ്ങളെ വിശ്വാസം തോന്നണം. എതിർത്ത് നിന്നിട്ടല്ല, ഒപ്പം നിന്നിട്ട് വേണം വീഴ്ത്താൻ. നിങ്ങളെ കൊണ്ട് അതിന് പറ്റും. അമ്മേ, എന്റെ മനസ്സിലൊരു പ്ലാൻ ഉണ്ട്. അതിന് പക്ഷെ അമ്മയുടെ സമ്മതം വേണം. ആദ്യം നിന്റെ പ്ലാൻ കേക്കട്ടെ, എന്നിട്ട് തീരുമാനിക്കാം സമ്മതിക്കണോ വേണ്ടയോ എന്ന്. രാജീവേട്ടനെ കൂടെ ഇവിടേക്ക് കൊണ്ടുവരാനാ എന്റെ പ്ലാൻ. അമ്മ എന്ത് പറയുന്നു? അതെ, കല്യാണത്തിന് മുമ്പ് കാണിക്കുന്ന കോപ്രായങ്ങൾക്കല്ല, കല്യാണം കഴിഞ്ഞ് കാണിക്കുന്ന ആത്മാർത്ഥമായ സ്നേഹത്തിലാണ് ഒരു കുടുംബം നിലനിൽക്കുന്നത്. സ്വാതിക്ക് നീലും ആ പരസ്പര സ്നേഹവും വിശ്വാസവും വേണ്ടുവോളം ഉണ്ട്. അമ്മ ഇതന്നെ അവരിങ്ങനെ പോഴ്ത്തുവാണോ? അപ്പൊ ഞങ്ങൾക്കൊന്നും ഭർത്താക്കന്മാരോട് സ്നേഹമില്ലെന്നാണ് അമ്മ പറയുന്നത്? എടി, സ്നേഹമുണ്ട്. പക്ഷേ
അതിൽ എത്രത്തോളം ആത്മാർത്ഥതയുണ്ട് എന്നുള്ളതാണ് പ്രശ്നം. എടി മക്കളെ, ഈ സ്നേഹം എന്ന് പറയുന്നത് അനുഭവിക്കാനുള്ളതാ. പ്രകടിപ്പിക്കാത്ത സ്നേഹത്തിന് ഒരു വിലയില്ല. ആ ഓ ഗൗരിച്ചി, എനിക്കിവിടെ നിന്നാലേ ഭ്രാന്ത് പിടിക്കും. അല്ല അമ്മയ്ക്ക് അച്ഛൻ എപ്പോഴെങ്കിലും ഇങ്ങനെ വാരി തന്നിട്ടുണ്ടോ? ആഹാ, എത്രയോ തവണ. നീ പിന്നെ എന്താ കരുതിയത്? ഞാൻ വെള്ളത്തിൽ മുങ്ങാതെ കുളിരണിഞ്ഞതാണെന്നോ? ഷോപ്പിൽ പോയി ഇന്ന് തന്നെ വണ്ടിയുടെ ബുക്കും പേപ്പറും കൊടുക്ക്. ക്ലെയിമിന്റെ കാര്യമൊക്കെ നമുക്ക് പിന്നാലെ വയ്ക്കാം. വണ്ടി ഇറങ്ങട്ടെ വേഗം. ആഹാ, രണ്ടുപേരും വലിയ കാര്യമായിട്ടാണല്ലോ. കഞ്ഞി ചമ്മന്തിക്ക് എത്ര പെട്ടെന്ന് ഉണ്ടാക്കിയോ? പിന്നല്ലാതെ. ഞങ്ങൾക്ക് സ്വാതിയോട് ശത്രുതയൊന്നും ഇല്ലെന്ന് ഇപ്പോഴെങ്കിലും വലിച്ചിന് മനസ്സിലായല്ലോ. അതെ, ഇതിനകത്ത് വിഷവും ചേർത്തിട്ടില്ലല്ലോ അല്ലേ? അയ്യോടാ, കേട്ടില്ല ഗൗരിച്ചി, നമ്മൾ ഈ കാണിക്കുന്ന ആത്മാർത്ഥതയ്ക്ക് ഒരു വിലയില്ല. അല്ലെങ്കിലും അച്ഛനും ഗിരിയേട്ടനും ഇപ്പോഴും നമ്മളെ സംശയം. അതെ, നിങ്ങൾ ഈ പറഞ്ഞ ആത്മാർത്ഥതയെ ഇതുവരെ നിങ്ങളാരും ഏടത്തിയോട് കാണിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് പറഞ്ഞു പോയതാ. ഗിരി, ഇവർക്ക് തെറ്റുകൾ പറ്റിയിട്ടുണ്ട്, അത് സത്യം തന്നെയാ. പക്ഷേ അത് തിരുത്താൻ നമ്മൾ ഇവർക്കൊരു അവസരം കൊടുക്കണം. നന്ദിനി, ഇതിനെ അങ്ങനെ ഒരു അവസരമായിട്ട് കണ്ടാൽ മതി നിങ്ങൾ. ഇതെന്താ വലിച്ച സർക്കാർ സർവീസിലെ പ്രൊബേഷൻ പീരീഡോ ഇങ്ങനെ അവസരം തരാൻ? വലിച്ച ഇന്ന് മുതലേ ഞങ്ങളാ സ്വാതിയെ നോക്കാൻ പോകുന്നത്. ഞങ്ങളുടെ സ്നേഹവും ആത്മാർത്ഥതയൊക്കെ വല്ലിച്ചനും ഇവനും ഒക്കെ കാണാൻ പോകുന്നതേ ഉള്ളൂ. അത് പിന്നെ മഹേഷേട്ടാ, ഗൗരിമോൾക്ക് വിഷമം വരാതിരിക്കാൻ വേണ്ടി ഞാൻ അവളുടെ കൂടെ നിന്ന് കൊടുത്തതേ ഉള്ളൂ. മോനഗിരി, നീ ഇതെല്ലാം മനസ്സിൽ നിന്ന് കളയണം കേട്ടോ. അവര് ശരിക്കും നന്നായടാ. ആ ഭാനു അവരെ പറഞ്ഞു മനസ്സിലാക്കിയെങ്കിൽ അത് നല്ല കാര്യമാണ്. ഇവിടെ മാലതി ഇല്ലാത്തതുകൊണ്ട് അവളുടെ സ്ഥാനത്ത് നിന്ന് അവർക്ക് നല്ലത് പറഞ്ഞു കൊടുക്കാൻ ഭാനുവിനും കടമയുണ്ട്. എന്റെ കടമ ഞാൻ ചെയ്യും മഹേഷേട്ടാ. ഈ വീടിനോട് നിങ്ങളോടൊക്കെ എനിക്ക് ഭയങ്കര ആത്മാർത്ഥത സ്നേഹം ഒക്കെ ഉണ്ട്. അതുകൊണ്ടല്ലേ സ്വാതി മോൾക്ക് നീലുമോന് ഒരു അപകടം പറ്റിയത് കേട്ടപ്പം ഞാൻ ഗൗരിമോളെ കൊണ്ട് ഓടി ഇങ്ങോട്ട് പോകുന്നത്. അല്ലാതെ കേറാനിരുന്ന കുരങ്ങിന് ഏണി ചാരി കൊടുത്തതല്ല അല്ലേ അമ്മായി? ഏണിയോ? എന്തോന്നേണി? ഏത് കുരങ്ങ്? നീ എന്നതാ ചെയ്യിപ്പിച്ച് ബേയൊക്കെ പറയുന്നത്? ഭാനു, തീരെ ഇഷ്ടമില്ലാതെയാ ഗൗരി ഇവിടുന്ന് അങ്ങോട്ട് വന്നത്. അവക്ക് നിങ്ങളുടെ വീട്ടിൽ നിൽക്കുന്നതിനേക്കാൾ ഇഷ്ടം ഇവിടെ നിൽക്കുന്നതാ. പക്ഷെ നമുക്ക് സമ്മതിച്ചു കൊടുക്കാൻ പറ്റൂ? രാജീവിന്റെ കൂടെയല്ലേ അവള് ജീവിക്കേണ്ടത്. ഓ, അതിലൊന്നും ഒരു കാര്യമില്ല എന്റെ മഹേഷേട്ടാ. എന്റെ വീട് നിങ്ങളുടെ വീട് അവക്ക് അങ്ങനെയൊന്നുമില്ല. രണ്ടും നമ്മുടെ വീട് തന്നെയല്ലേ മക്കളെ, അല്ലേ? അല്ല, ഇപ്പൊ ഇവളെ കാണണമെങ്കിൽ അവനും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരാലോ. അതിലെന്താ തെറ്റ്? സ്വാതി, നല്ല ഉഗ്രം പൊടിയേരി കഞ്ഞിയും തേങ്ങയും വറ്റൽമുളകും ചുട്ടരച്ച ചമ്മന്തിയും റെഡി. ഇതെല്ലാം ഞങ്ങൾ ഉണ്ടാക്കിയതാ. അല്ല സ്വാതി എന്താ ചിരിക്കുന്നേ? നിങ്ങൾ തന്നെയാണോ ഇതൊക്കെ എനിക്ക് വേണ്ടി ചെയ്തതെന്ന് ഒരു നിമിഷം ഞാൻ സംശയിച്ചു പോയി. അങ്ങനെ സ്വാതിക്ക് ഒരു സംശയവും വേണ്ട. ഇത് ഞങ്ങള് തന്നെയാ, അല്ലേ നന്ദിനി? അതെ. ഇനി സ്വാതിയെ ശുശ്രൂഷിക്കാൻ തന്നെയാ ഞങ്ങളുടെ തീരുമാനം. ജീവനെങ്കിലും ബാക്കി തരുമോ നിങ്ങൾ എനിക്ക്? സ്വാതി, ഇനി ഞങ്ങളെ നീ ഇങ്ങനെ സംശയിക്കരുത്. ഞങ്ങൾ ഇതൊക്കെ ആത്മാർത്ഥമായിട്ട് തന്നെയാ ചെയ്തേ. കാര്യം നമ്മൾ തമ്മിൽ പിണക്കങ്ങളും പരിഭവങ്ങളും ഒക്കെ ഉണ്ടാവും. എന്നാലും സ്വാതിക്ക് ഒരു അപകടം പറ്റിയ അതിൽ സന്തോഷിക്കാൻ മാത്രം മനസാക്ഷി ഇല്ലാത്തവരല്ല ഞങ്ങള്. ഇക്കാര്യത്തിൽ സ്വാതി അടുത്തേക്ക് ഞങ്ങളെ പൂർണ്ണമായിട്ടും വിശ്വസിക്കാം. ഗൗരി, ഞാൻ പിന്നെ കുടിച്ചോളാം. അതൊന്നും പറഞ്ഞാ പറ്റില്ല. ഈ കഞ്ഞി മുഴുവൻ കുടിപ്പിച്ചിട്ടേ ഞാൻ ഇവിടുന്ന് പോവൂ. കുടിച്ചേ. ഈ അപകടത്തിന് പിന്നിൽ വേദയാണെന്ന് അങ്കിളിന് സംശയമുണ്ട് മോളെ. കാറിന്റെ ബ്രേക്ക് പൊട്ടിക്കാൻ അവൾ ആരെങ്കിലും ഏർപ്പെടുത്തിയിട്ടുണ്ടോന്നാ അന്വേഷിക്കേണ്ടത്. അറിയില്ല അങ്കിളെ, പക്ഷെ അന്വേഷിക്കണം. രാവിലെ കാറെടുത്ത് പോകുമ്പോഴും വണ്ടിയുടെ ബ്രേക്കിന് ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല. വേദയെക്കുറിച്ച് സംശയം പറയാൻ അങ്കിളിന് മറ്റൊരു കാരണം കൂടിയുണ്ട്.